ശിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, ഏറ്റവും വില്ലനായി നിൽക്കുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണെന്ന് നമുക്കറിയാം. നദിയിലെ ശക്തമായ കുത്തൊഴുക്ക്, അതിൻ്റെ കണക്ക് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നപ്പോൾ അത് 6.8 നോട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഒരു ഡീപ്പ് ഡൈവിന് സാധ്യമായ സാഹചര്യമല്ല. ഇന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടായത്? ഇനി നാളെ പ്രതീക്ഷയോടുകൂടി ആ ദൗത്യം പുനരാരംഭിക്കാനിരിക്കുകയാണ്. അതിനിടയിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനം, പുഴയിലെ സാഹചര്യം, അതൊക്കെ എന്താണ്? മത്സ്യത്തൊഴിലാളികളുടെ സഹായം കൂടി തേടുന്ന സാധ്യതയൊക്കെ പരിശോധിക്കുന്നുണ്ട്. പുതിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അരുൺ പാറയ്ക്കൽ? റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അങ്കോള ഷിരൂർ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഴയ്ക്ക്, അതായത് ഒരു പെരുമഴ പെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കർണാടക ഉൾവനങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ നദിയിൽ, ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് രൂക്ഷമായി തന്നെ തുടരുകയാണ്. 6.8ലേക്ക് അടിയൊഴുക്ക് മാറിയിരിക്കുന്നു. ഈ സമയത്ത് ഡീപ്പ് ഡൈവിങ്ങിന് സാധ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഒരു 2 നോട്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലേക്ക്, അതായത് ഈ നദിക്കടിയിലേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയൂ എന്നാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. അതല്ലെങ്കിൽ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്കായിരിക്കും ഒരുപക്ഷെ ഈ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന ഒരു സാഹചര്യം ഈ നദിയിലുണ്ട്. നദിയുടെ ഒഴുക്ക് വർദ്ധിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒപ്പം ഈ മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം അത് ഇപ്പോഴും ഈ ഷിരൂർ കുന്നിൽ വലിയ രീതിയിൽ പ്രവഹിക്കുന്നുണ്ട്. വീണ്ടും കുന്നിടിയാനുള്ള, അല്ലെങ്കിൽ ആ മണ്ണ് ഒലിച്ച് താഴേക്കിറങ്ങാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാവുന്നു. ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ പോയിന്റുകളിൽ അവിടെ കൃത്യമായ പരിശോധന നടത്തണമെങ്കിൽ അടിയിലേക്ക്, അതായത് നദിക്കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിനിപ്പോൾ എന്തായാലും സാധിച്ചിട്ടില്ല റീജിത്ത്. ഒപ്പം പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികളുടെ സേവനം കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സഹായം കൂടി തേടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ പുഴയെക്കുറിച്ച്, ഗംഗാവലിയുടെ അടിയൊഴുക്കിനെക്കുറിച്ച്, ഗംഗാവലിയുടെ രൗദ്രരൂപത്തെക്കുറിച്ച് അറിയുന്നവർ ഒരുപക്ഷെ ഈ മത്സ്യത്തൊഴിലാളികളായിരിക്കാം. അതുകൊണ്ടാണ് ആ മത്സ്യത്തൊഴിലാളികളുടെ, എപ്പോഴും ഈ മീൻ പിടിക്കാൻ വേണ്ടി ആ പുഴയിലിറങ്ങുന്ന ആളുകളെ, വഞ്ചി ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒടുവിൽ സർക്കാർ തീരുമാനിച്ചത്. എന്തായാലും നാളെ മുതൽ അവരുടെ സേവനം ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവരെ കൂടി ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഈ ഒരു അടിയൊഴുക്ക് കുറയുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും നാവികസേന കൂടുതൽ തിരച്ചിൽ, അതായത് ഈ ലോറിയെ കണ്ടെത്താൻ ആഴത്തിലുള്ള തിരച്ചിൽ നടത്തുക. റീജിത്ത്, അരുൺ പാറയ്ക്കൽ, ഈ അടിയൊഴുക്ക് കുറയാൻ കാത്തിരിക്കുക, മഴ കുറയാൻ കാത്തിരിക്കുക ഒന്നും നിലവിൽ പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ടാണ് മറ്റ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ശക്തമായ അടിയൊഴുക്കുണ്ട്, അത് കുറയുക, അതൊരു 6.8ൽ നിന്നൊരു 3ക്ക് താഴേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ദിവസങ്ങളോളം തന്നെ കാത്തിരിക്കേണ്ട നിലയുണ്ടാകും. കാരണം അവിടെ അതിശക്തമായി തന്നെ മഴ തുടരുന്നുണ്ട്. അങ്ങനെ മഴ തുടരുന്ന സാഹചര്യത്തിൽ അത് കുറഞ്ഞ് 3ന് താഴേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ദിവസങ്ങളോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അത്തരം ഒരു കാത്തിരിപ്പ് നമുക്ക് ഈ ഘട്ടത്തിൽ സാധ്യവുമല്ല. അതുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതും പൂർണ്ണമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പര്യാപ്തമാണോ എന്നുള്ള സംശയങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുന്നുമുണ്ട്. ഈ പുതിയ സംവിധാനങ്ങളെ നിലവിലെ കാലാവസ്ഥയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് അരുൺ പാറയ്ക്കൽ? റിജിത്ത്, ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഉപയോഗിക്കുക, അത് ഇന്ന് തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായി തീരുമാനിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഇതുവരെയും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ, ആ പ്രദേശത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ കാഴ്ച ഇതുവരെയും കാണാൻ സാധിച്ചില്ല. നദിയിലേക്ക് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഇറക്കിയിട്ടില്ല. പക്ഷേ അത് നദിയിലേക്ക് ഇറക്കി അതിന് മുകളിൽ യന്ത്രങ്ങൾ വെച്ച് പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ദൗത്യസംഘം നടത്തുന്നത്. ഉടൻ തന്നെ ആ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി സമയത്തെ ഈ ഒരു തെരച്ചിലിന്, ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് അതിന് ചില തടസ്സങ്ങളുണ്ട്. ഈ ഷിരൂർ കുന്നിൽ ഇപ്പോഴും മണ്ണിടിയാനുള്ളൊരു സാഹചര്യമുണ്ട്. ഒപ്പം മഴ കനക്കുകയാണ്. ഈ കൊങ്കൺ ടെറൈൻ, അത് വലിയൊരു പ്രശ്നമാണ് റീജിത്ത്. കൊങ്കൺ ടെറൈനിൽ എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴയും അതിശക്തമായ കാറ്റും ഉപകരണങ്ങൾ വരെ വീഴ്ത്താവുന്ന, അല്ലെങ്കിൽ ആ ഗംഗാവലിയിലേക്ക് തള്ളിയിടാൻ കഴിയുന്ന അത്രത്തോളം സമ്മർദ്ദമുള്ള ഒരു കാറ്റാണ് അവിടെ വീശുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നദിയിൽ
ഈ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ തെരച്ചിൽ നടത്തുമെന്നത് ഇപ്പോഴും ഈ രക്ഷാദൗത്യത്തിന് ആ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതേ ഉള്ളൂ. എന്തായാലും നാളെയോടുകൂടി കൂടുതൽ പരിശോധന ആരംഭിക്കും. ഈ അടിയൊഴുക്ക് കുറയാൻ കാത്തു നിൽക്കില്ല. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടിയൊഴുക്ക് കുറയാൻ കാത്തു നിൽക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. ഈ സമീപവാസികളിൽ നിന്ന്, ഈ പുഴയെക്കുറിച്ച് അറിയാവുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് 2 മാസത്തോളം ഇങ്ങനെ തുടർച്ചയായ മഴയുണ്ടാവും, അതിശക്തമായ കാറ്റുണ്ടാവും. പുഴയുടെ ഒഴുക്ക് 2 മാസത്തോളം ഇതേ രീതിയിൽ നീണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും കാത്തിരിക്കുക എന്നത് അത്ര സുഖകരമായ കാര്യമല്ല. കുടുംബം അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഒപ്പം മലയാളികളെ എല്ലാവരും കാത്തിരിപ്പിലാണ്. ഈ രക്ഷാപ്രവർത്തക സംഘത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ പ്രഥമ പരിഗണന അർജുനെ കണ്ടെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നദിയിലിറങ്ങി തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. റിജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കാലാവസ്ഥ എത്രത്തോളം വലിയ തിരിച്ചടി ആ ദൗത്യത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിശദീകരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ കുത്തൊഴുക്ക് വളരെ പെട്ടെന്നൊന്നും തന്നെ കുറയാൻ സാധ്യതയില്ല, ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് കുറയാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ സംവിധാനങ്ങൾ തേടാൻ ദൗത്യസംഘം ആലോചിക്കുന്നത്. അതിൽ ചില പുതിയ സംവിധാനങ്ങൾ നാളെ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അതിന് കാലാവസ്ഥ തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തതയില്ല. അത് രക്ഷാദൗത്യ സംഘം വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം ആ നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്യും. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളോട്, പ്രദേശവാസികളോടൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ ചോദിച്ചപ്പോൾ ഈ കുത്തൊഴുക്ക് ദിവസങ്ങളോളം തുടർന്നു നിൽക്കും, ഒരുപക്ഷെ അതൊരു മാസത്തിനപ്പുറത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ അനുകൂലമാകുന്നതിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് മറ്റ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കമാണ് ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക.